വെൽക്കം ടു ഡി വ്ലോഗ്സ്. ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. എൻ്റെ പപ്പയും അമ്മയും കൂടെ അടുക്കളയിൽ ഭയങ്കര തിരക്കിട്ട ഡ്യൂട്ടിയിലാണ്. എന്താണെന്ന് ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. കിഷ്കു നമുക്ക് പോയി കാണിച്ചു കൊടുക്കാം. അപ്പം ഞങ്ങൾ പോയി കാണിച്ചു തരാം അവരുടെ തിറങ്ങിട്ട ഡ്യൂട്ടി എന്താണെന്ന്. ഇവൻ ഉറങ്ങാണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഇന്ന് അവരുടെ പണി കഴിയുന്നവരെ ഇവൻ എൻ്റെ കസ്റ്റഡിയിലായിരിക്കും ഗൈസ്. ടാറ്റാ പറ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അപ്പം ഞാൻ എന്തായാലും പോയി കാണിച്ചു തരാം എന്താ അവരുടെ പണിയെന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, പിന്നെന്താ പറയാം, എന്തൊക്കെ ഇഷ്ടം പറയാം, എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കാം അല്ല. ഞാൻ പോയി കാണിച്ചു തരാം ഗൈസ്. അയ്യോ. അപ്പോൾ ഗൈസ് നമുക്ക് മെല്ലെ ഒന്ന് കിച്ചണിലേക്ക് കയറി നോക്കാം എന്താണ് അവിടെ രണ്ടാളും കൂടെ കളിച്ച് കൂട്ടുന്നതെന്ന്. അപ്പോൾ കൃഷിത അവിടെ ലൈറ്റ് പിടിക്കാൻ നോക്കുവാണ് കേട്ടോ. കൈയൊക്കെ പൊക്കി നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല പാവം. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. നിവേട്ട ഇവിടുന്ന് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്. കുറച്ചൊക്കെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അപ്പം ഇവിടുന്ന് എന്താ ചെയ്യുന്നത്, അണ്ടിപ്പരിപ്പ് വറക്കുകയാണ്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി ഓൾറെഡി വറുത്ത് വെച്ചതാണ്. പിന്നെ വേറെ എന്തൊക്കെയോ മിക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയൊക്കെ മിക്സാക്കി അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്താണ് ഇവരുടെ പരിപാടി എന്ന്? മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ രണ്ടാളും കൂടെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ബിരിയാണി ഉണ്ടാക്കുവാണ്. എങ്ങനെയാവും എന്താവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അവരുടെ പണി അവിടെ നിന്ന് നടക്കട്ടെ. അപ്പം നമുക്ക് കുറച്ച് സമയം ഇവിടുന്ന് കളിക്കാം അല്ലേ? ക്ലാപ്പ് ക്ലാപ്പ് കാണിച്ചു കൊടുക്ക്. ക്ലാപ്പ് 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 ക്ലാപ്പ്. ഗുഡ് ബോയ്. ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ്. ഇപ്പോൾ ഹായ് പറയാനുള്ള മൂഡില്ല ഗൈസ്. ആരും പിരിഞ്ഞു പോയരുത്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ കൃഷുവിൻ്റെ ഹായ് എല്ലാവർക്കും കിട്ടുന്നതാണ്. ക്യാമറ നോക്കി ഹായ് പറയാ. കൃഷു ഹായ് 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 ഗൈസ്. ഹലോ ഗൈസ്. അപ്പം കൃഷിൻ്റെ ഹായ് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? സന്തോഷമായോ? അപ്പം ഞാൻ അവന് എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ പോയി കൊടുത്തു. അങ്ങനെ കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ കലാപരിപാടികൾ ഇവിടം വരെ ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചോറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേച്ചിയാണ് ചോറുണ്ടാക്കുന്നത്. നമ്മൾ ഇത് ജീരകശാല റൈസാണ് കേട്ടോ എടുത്തത്. പിന്നെന്താ അങ്ങനെ ചോറായി ഗൈസ്. പെട്ടെന്നായി കേട്ടോ ചോറൊക്കെ. അപ്പോഴാണ് എനിക്ക് പണി കിട്ടുന്നത്. ചതിച്ചു ഗൈസ്. ഈ വൃത്തിയായിട്ട് ഉള്ളി എന്നെ ചതിച്ചു, എന്നെ കരയിച്ചു. ഇവിടെ ഞാൻ എപ്പോൾ ഉള്ളി മുറിച്ചിട്ടാലും ഇതാണ് അവസ്ഥ. കണ്ണ് തുറക്കാൻ പറ്റാണ്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. എനിക്കറിയില്ല എന്താ സംഭവം. പക്ഷെ ഇപ്പോൾ സെറ്റായി, ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വൃത്തിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. കൃഷി ഇറങ്ങി ആ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ചെറിയൊരു ഹെൽപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നേരത്തിന് എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കി. അപ്പോൾ ദിവ്യേട്ട അവിടുന്ന് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കൃഷി ഇറങ്ങുവാണല്ലോ. അപ്പോൾ അവൻ്റെ അടുത്തൊരു ഫോണ് വീഡിയോ കോൾ ചെയ്തിട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. അവൻ എണീറ്റാൽ സൗണ്ടൊന്നും കേട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങൾ, എണീക്കുന്നുണ്ടോ എന്ന്. പക്ഷേ എന്താ ഐഡിയ അല്ലേ? അപ്പോൾ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താവും ഒരാളുടെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ജൊറായ കുക്കിങ്ങിലാണ്.
അപ്പം ഞാനൊരു കാര്യം മറന്നു കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ സാലഡ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു, സംഭവം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഞാനെല്ലാം മുറിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, തൈരൊന്നും ആഡ് ചെയ്തില്ല. അപ്പം നമുക്ക് എന്തായാലും അതങ്ങ് അവനോ എണീക്കുന്നതിന് മുന്നേ അതങ്ങ് സെറ്റാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇവിടുത്തെ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതിങ്ങനെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും ഐസ്ക്രീം പോലെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ തൈര്. അപ്പം ഞാൻ കുറച്ച് തൈരൊക്കെ എടുത്ത് എനിക്ക് സാലഡ് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്, സാലഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാലഡൊക്കെ ഞാൻ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പറായിരിക്കുമല്ലോ. പിന്നെ ഇതാ ചിക്കൻ്റെ മസാല, ബിരിയാണീൻ്റെ മസാല ഇവിടെ നിവേട്ട സെറ്റാക്കുന്നുണ്ട്. അപ്പോഴേക്കിതാ നമ്മുടെ ക്രിഷ് ബേബി എണീറ്റിരിക്കുകയാണ് ഗൈസ്. എന്താ സന്തോഷം. പകൽ വലിയ ഉറക്കമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സമയമൊക്കെ ഉറങ്ങുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാനിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മളല്ല, അവരാണ്. അങ്ങനെ ദമ്മിടാൻ പോവുകയാണ് നമ്മൾ. കുറച്ച് 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ആക്ച്വലി കുറച്ച് കാലത്തിന് ശേഷമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ നിവേണ്ണമുണ്ട്, രണ്ടാളും കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയും കേട്ടോ. അങ്ങനെ മറ്റേ നമ്മുടെ മല്ലിച്ചപ്പും പിന്നെ പുതിനയിലയും എല്ലാം ഇട്ട്, പിന്നെ കുറച്ച് മറ്റേ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി അത് കുറച്ചിടും. പിന്നെ ചിക്കൻ്റെ മസാല ഇടുന്നുണ്ട്. അങ്ങനെ ലെയറായി അവർ എല്ലാം അടിപൊളിയാക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാനും കൃഷി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കൃഷിനൊന്നും മനസ്സിലാവുന്നില്ല പാവം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ബിരിയാണി സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കഴിക്കാം. സൂപ്പറാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി ഇവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കണോ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. സ്മെല്ലൊക്കെ കേട്ടിട്ട് എനിക്കൊന്ന് സൂപ്പറാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എൻ്റെ ഞാനാണ് കേട്ടോ ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാൻ കുറച്ച് ചോറും കുറച്ച് മസാലയൊക്കെ എടുത്ത് കഴിക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയട്ടെ, കൊള്ളാം കേട്ടോ, സംഭവം സൂപ്പറായിട്ടുണ്ട്. സത്യമായിട്ടും ചേച്ചിയും ഏട്ടനും കൂടെ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവർ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ടേസ്റ്റ് ആവുമെന്ന്. സത്യമായിട്ടും നല്ല എനിക്കിഷ്ടമായി. പിന്നെ സാലഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിച്ചിട്ട് വരാം ഗൈസ്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും ക്ഷമയില്ല. അപ്പോൾ എന്തായാലും അടിപൊളി സൂപ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു, ഒരു കുഞ്ഞു ബിരിയാണി വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.